റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നേർവഴിയാക്കിയതിന്റെ ശേഷം നീ തെറ്റിച്ചു കളയല്ലേ. നിന്റെ അടുക്കൽ നിന്ന് കാരുണ്യത്തെ നീ ഔദാര്യമായി തരണേ. നീയല്ലേ കണക്കല്ലാതെ ഔദാര്യമായി നൽകുന്നവൻ. ചോദിച്ചുകൊണ്ടേയിരിക്കണം, എപ്പോഴും തെറ്റിപ്പോകാ. രാവിലെ മുസ്ലിമായവൻ രാത്രിയാവുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫറാകുന്ന ലോകത്താണ് നമ്മളുള്ളത്. പെട്ടെന്ന് സംഭവിക്കും, ചേഞ്ച് പെട്ടെന്ന് വരിക. മരണം നന്നാവണം, മരിക്കണ നേരത്ത് നന്നാവണം. എവിടെ വെച്ച് മരിക്കുക എന്നുള്ളതല്ല പ്രശ്നം, എങ്ങനെ മരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഖുർആനിന്റെ ഒരു വിളി. ഖുർആന്റെ ഒരു വിളി അതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുർആന്റെ അടുത്ത വിളി, ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കണേ. അള്ളാഹ് പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിക്കണം, ഹറാമെന്നൊക്കെ വിട്ടു നിൽക്കണം. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുതേ, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ വീട്ടിൽ കടന്നിട്ടല്ലാതെ മരിക്കരുത്, ആസ്പത്രിയിൽ കടന്നിട്ടല്ലാതെ മരിക്കരുത്, അതൊന്നുമല്ല. എവിടുന്ന് മരിക്കട്ടെ, അതൊന്നുമല്ല വിഷയം, എങ്ങനെ മരിക്കുന്നു എന്നാ പ്രശ്നം. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഉപ്പമാരെ, ഉമ്മമാരെ, ആൺമക്കളുടെയും പെൺമക്കളുടെയും ഒക്കെ ഉമ്മമാരെ, ഉപ്പമാരെ, അവരും മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. നമ്മൾ നോക്കണം, അവരാരോടാ ഫോൺ ചെയ്യുന്നത്, ആരോടൊക്കെ അവർക്ക് രഹസ്യബന്ധം, ആരുടെയൊക്കെ കൂടെ അവർ പോകുന്നത് നോക്കണം. എന്താ അറിയോ, നേതാക്കന്മാര് വരെ മക്കളെ കാര്യത്തിൽ പേടിച്ചിട്ടുണ്ട്. നേതാക്കന്മാര് വരെ മരിക്കണ നേരത്ത് പേടിച്ചിട്ടുണ്ട്. യാക്കൂബ് നബിനെ കേട്ടിട്ടില്ലേ? യാക്കൂബ് നബിക്ക് മരണം ഹാജരായ നേരത്ത് അം കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്. മരണം ഹാജരായ നേരത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മാ തഅ്ബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം മക്കളെ നിങ്ങൾ ആരെയാ ആരാധിക്കുക? പാപ്പാക്ക് അതാ അറിയേണ്ടത്. എന്റെ മക്കള് എനിക്ക് ശേഷം പഴക്കുവോ? യാക്കൂബ് നബി എന്ന നബിക്ക് വരെ മക്കളുടെ കാര്യത്തിൽ പേടി, മക്കള് പഴച്ചു പോവുമോ? മക്കള് നന്നായിട്ട് മറുപടി പറഞ്ഞു കൊടുത്തു, നഅ്ബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. പാപ്പാ പേടിക്കണ്ട, നിങ്ങളൊക്കെ പഠിപ്പിച്ച റബ്ബിനെ ആരാധിക്കുള്ളൂ. നമ്മളെ വാപ്പപ്പാപ്പന്മാരായിട്ട് ഇബ്രാഹിം നബി, ഇസ്മായിൽ, ഇസ്ഹാഖ് ഇവരൊക്കെ പഠിപ്പിച്ച ഞങ്ങളൊക്കെ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന മുസ്ലിങ്ങളായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ആലോചിച്ച് നോക്ക്, നമുക്കങ്ങനെ ഒരു പേടിയുണ്ടോ? നമ്മളെ മക്കളെ നമ്മൾ എല്ലാ ദിവസവും വാച്ച് ചെയ്യുന്നുണ്ടോ? മോനെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും, നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഈ പള്ളിയിൽ നമ്മുടെ വളർന്നു വരുന്ന നിങ്ങളുടെയൊക്കെ മക്കൾ, ഓരോ ദ്വീപിലുമുള്ള മക്കൾ, ഓരോ പള്ളിയുടെയും തണലിൽ അവർ വളരണം. അവരാണ് അടുത്ത തലമുറ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരണം ഹാജരായ നേരത്തും വസിയത്ത് തന്നെ കൊടുത്ത്, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി മക്കളെ വിളിച്ചു പറഞ്ഞു, യാക്കൂബ് നബി മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കളെ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുതേ.